എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസ് സ്ഥിരമായി ഫോളോ ചെയ്ത് ഇനിയുള്ള പരീക്ഷകൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ഔദ്യോഗിക ചടങ്ങിൽ ആദ്യമായി മുഴങ്ങുന്ന ഗാനം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ഔദ്യോഗിക ചടങ്ങിൽ ആദ്യമായി മുഴങ്ങിയ ഗാനം വന്ദേ മാതരം. വന്ദേ മാതരം എഴുതപ്പെട്ടതിൻ്റെ 150ാമത് വാർഷികം പ്രമാണിച്ചാണ് ചെങ്കോട്ടയിലെ ഔദ്യോഗിക ചടങ്ങിൽ ആദ്യമായി വന്ദേ മാതരം ഗാനം മുഴങ്ങിയത്. അടുത്ത ചോദ്യം, 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയം യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047. യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047. വികസിത് ഭാരത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 ഇന്ത്യയുടെ വികസിതം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് വികസിത് ഭാരത് അറ്റ് 2047. അതിന് യുവശക്തി ഏറ്റവും പ്രധാനം എന്ന അർത്ഥത്തിലാണ് യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047 എന്ന പ്രമേയം 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഇന്നലെ നടന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആര്? ഉത്തരം സജിത് ബാബു. സജിത് ബാബുവാണ് കേരളത്തിൻ്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. ഡോക്ടർ എ കൗശികൻ IAS ആയിരുന്നു നിലവിൽ നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ ഓരോ സംസ്ഥാനത്തും നിയമിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായിരിക്കുന്നത് സജിത് ബാബുവാണ്. നിലവിൽ ഡോക്ടർ എ കൗശികൻ IAS ആയിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയതിൻ്റെ ഭാഗമായാണ് സജിത് ബാബു, തിരുവനന്തപുരം സ്വദേശിയായ സജിത് ബാബു IASനെ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2026 ഓഗസ്റ്റിൽ ഊർജ കാര്യക്ഷമതയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ മേജർ തുറമുഖം ഏതാണ്? ഉത്തരം VO ചിദംബരനാർ തുറമുഖം, തൂത്തുക്കുടി. 2026 ഓഗസ്റ്റിൽ ഊർജ കാര്യക്ഷമതയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ മേജർ തുറമുഖം ഏതാണ്? VO ചിദംബരനാർ തുറമുഖം, തൂത്തുക്കുടി. തമിഴ്നാട് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായ തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് VO ചിദംബരനാർ തുറമുഖം. തൂത്തുക്കുടി തുറമുഖത്തിനാണ് 2026 ഓഗസ്റ്റിൽ ഊർജ കാര്യക്ഷമതയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. അടുത്ത ചോദ്യം, സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുന്ന ഡൽഹി സർക്കാരിൻ്റെ പുതിയ പദ്ധതി. ഉത്തരം വിദ്യാവാഹിനി. വിദ്യാവാഹിനി പദ്ധതിയിലൂടെയാണ് ഡൽഹി സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾക്കായി സൗജന്യമായി സർക്കാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി 3000-ത്തിലധികം സൈക്കിളുകൾ ഇപ്പോൾ തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. 1,40,000-ത്തോളം സൈക്കിളുകൾ ഇനി അങ്ങോട്ട് വിതരണം ചെയ്യാനാണ് ഡൽഹി സർക്കാരിൻ്റെ പദ്ധതി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് സൗജന്യമായി സർക്കാർ സൈക്കിൾ നൽകുന്നത്. അടുത്ത ചോദ്യം, ഇടുക്കി ജില്ലയിലെ ഊരാളി ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടർ. ഉത്തരം ശരണ്യ മോഹൻ. ശരണ്യ മോഹനാണ് ഇടുക്കി ജില്ലയിലെ ഊരാളി ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡഡ് ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡഡ് ട്രെയിൻ ഏതാണ്? സ്പ്രൈറ്റ് തേജസ് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡഡ് ട്രെയിൻ. ലക്നൗ ഡൽഹി തേജസ് എക്സ്പ്രസ് ആണ് സ്പ്രൈറ്റ് ബ്രാൻഡിംഗ് നൽകിയിരിക്കുന്നത്. 2026 ഓഗസ്റ്റ് 20 മുതലാണ് ട്രെയിനിന് സ്പ്രൈറ്റ് ബ്രാൻഡിംഗ് നൽകിയിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ്ലി ബ്രാൻഡഡ് ട്രെയിൻ എന്ന പ്രത്യേകതയാണ് ലക്നൗ ഡൽഹി തേജസ് എക്സ്പ്രസ് ഇനി അങ്ങോട്ട് എന്തായി അറിയപ്പെടുന്നു? സ്പ്രൈറ്റ് തേജസ് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നു. ട്രെയിൻ സർവീസ് നടത്തുന്നത് IRCTC ആണ്. സ്പ്രൈറ്റ് ബ്രാൻഡിൻ്റെ പേര് ട്രെയിനിൻ്റെ ബ്രാൻഡിങ്ങിലും എക്സ്റ്റീരിയർ അഡ്വർടൈസിങ്ങിലും ഉപയോഗിക്കുമെന്നാണ് IRCTC അറിയിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രഥമ ഫിഫ ആസിയാൻ കപ്പിൻ്റെ വേദി.
ഉത്തരം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ വെച്ചാണ് പ്രഥമ ഫിഫ ആസിയാൻ ഫുട്ബോൾ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ. എല്ലാവരും കൃത്യമായി പഠിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒന്നുകൂടി ഇന്നത്തെ ചോദ്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ഔദ്യോഗിക ചടങ്ങിൽ ആദ്യമായി മുഴങ്ങുന്ന ഗാനം ഏതാണ്? വന്ദേ മാതരം. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രമേയം യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായിരിക്കുന്നത് ആര്? സജിത് ബാബു. 2026 ഓഗസ്റ്റിൽ ഊർജ കാര്യക്ഷമതയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ മേജർ തുറമുഖം ഏതാണ്? PO ചിദംബരനാർ തുറമുഖം, തൂത്തുക്കുടി. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുന്ന ഡൽഹി സർക്കാരിന്റെ പുതിയ പദ്ധതി വിദ്യാവാഹിനി. ഇടുക്കി ജില്ലയിലെ ഊരാളി ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ ഡോക്ടർ ശരണ്യ മോഹൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബ്രാൻഡ് ട്രെയിൻ ഏതാണ്? സ്പ്രൈറ്റ് തേജസ് എക്സ്പ്രസ്. പ്രഥമ ഫിഫ ആസിയൻ കപ്പിന്റെ വേദി ഇന്തോനേഷ്യ. അപ്പോൾ എല്ലാവരും എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ.